കസേരയിൽ ഇതുവരെ അനങ്ങിയില്ലേ? ഓ, എന്തൊരിപ്പാ ഇത്! നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാ മതിയോ? എത്ര നേരമായിന്നാ ഒരേ ഇരിപ്പ്. വേറെ ഇറങ്ങിപ്പോവും കേട്ടാ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ഓ, എന്താ ഇത്ര ആലോചിക്കാൻ ഞായറാഴ്ചയായിട്ട് രാവിലെ? നിനക്കൊരു ബോധവും ഇല്ലേ? എന്റെ നല്ല ബോധം നിങ്ങളുടെ കൂടെ വന്ന ശേഷം പോയതല്ലേ. അതല്ല, ആ. നമ്മുടെ മോളുടെ കല്യാണം അടുത്ത മാസമല്ലേ? ഓ, നിനക്കൊരു ഊർജവും ഇല്ലല്ലോ, ടെൻഷനും ഇല്ല. എന്തിനും ഏതിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ടെൻഷൻ അടിക്കാൻ ചേട്ടൻ ഉള്ളപ്പോ പരസ്യത്തിൽ പറയും പോലെ എനിക്കെന്തിന് ടെൻഷൻ? പരസ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. മോളുടെ കല്യാണക്കുറി അടിക്കാൻ പ്രസ്സിൽ പോയപ്പോഴാ കണ്ടത്. എന്തെല്ലാം ഏതെല്ലാം തരത്തിലെ കല്യാണക്കുറികളാ ഉള്ളത്. തുറന്നാൽ ലൈറ്റ് കത്തുന്നത്, പിന്നെ മണിയടി കേൾക്കുന്നത്, മണം വരുന്നത്, ഓഡിയോ കുറി, വീഡിയോ കുറി. പണ്ടൊക്കെ കുറി തന്നെ ഇല്ലായിരുന്നല്ലോ. പോയി പറയണം. അതും കുടുംബസമേതം പോയി വിളിച്ചില്ലേ വരാത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കല്യാണക്കുറിയില്ലാത്ത കല്യാണം കണി കാണാനില്ല. നീ ഓർക്കുന്നുണ്ടോ? നമ്മുടെ കല്യാണത്തിന് ചെലവ് ചുരുക്കാൻ നമ്മൾ ഒരു കുറിയാ മാറ്ററായിട്ട് അടിച്ചത്. അതും ഫോർമാറ്റൊക്കെ മാറ്റി. അന്നൊക്കെ കല്യാണക്കുറി കല്യാണം മാത്രം അറിയിക്കുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ? പിന്നെ ഒരാഴ്ചക്ക് മുന്നേ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് തുടങ്ങും. അതെന്തിനാ ഈ പറഞ്ഞ തീയതി സേവ് ചെയ്യുന്നത്? അതിങ്ങ് വരില്ലേ? നമ്മൾ സേവ് ചെയ്യണോ? ഓ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. സേവ് ദി ഡേറ്റ് എന്നാൽ കല്യാണത്തെക്കാൾ ആകർഷകമാകുന്ന ചടങ്ങാ. പൈസ ചെലവിന്റെ കാര്യം പറയുകയും വേണ്ട. അതെന്തിന് ഇത്ര ചെലവ്? എടി, അതെ, വധുവും വരനും ക്യാമറാമാനും സഹായികൾ ഉണ്ടേൽ അവരുമായി കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പേ ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പ്രോഗ്രാം. കല്യാണത്തിന് മുമ്പേ വീട്ടിലല്ലാതെ ചെറുക്കനും പെണ്ണും ഒരുമിച്ച്? ഒരുമിച്ച് തന്നെ മനോഹരമായ ലൊക്കേഷനിലോ ആളൊഴിഞ്ഞ ഇടങ്ങളിലോ ഇഴുകി ചേർന്ന്. എടി, ഇപ്പോഴത്തെ പിള്ളേർക്ക്, അതായത് ഈ ജെൻസിക്ക് യാതൊരു ചേയുമില്ല. തന്നെയുമല്ല, അതൊരു 2-3 ദിവസം നീണ്ടു നിന്നു എന്നും വരാം. പിന്നെ ആ ഫോട്ടോകളോ വീഡിയോകളോ ആയിരിക്കും കല്യാണത്തിന്റെ അന്ന് വരെ ട്രെൻഡിങ്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് ഒരു മഞ്ഞൾ കല്യാണം. അച്ഛാ, ഒരു കാര്യം പറയാൻ വിട്ടു. സേവ് ദ ഡേറ്റിന് ഞാനും വരുണും പ്ലാൻ ചെയ്തിരിക്കുന്നത് മൂന്നാറാണ്. മൂന്നാറോ? അതും കല്യാണത്തിന് മുമ്പേ? അതെ. എന്താ കുഴപ്പം? ഇപ്പോൾ ഇതാ ട്രെൻഡിങ് അമ്മേ. ട്രെൻഡിങ് ഒക്കെ ശരി, പക്ഷെ മോളെ, നിങ്ങൾ ഇങ്ങനെ മോളെ കൊഞ്ചിക്കാനൊന്നും നിൽക്കേണ്ട. ഇത് നടക്കില്ല. യു ആർ സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ് അമ്മ. നിങ്ങൾ കാലത്തിനൊപ്പം സഞ്ചരിക്കാത്തതിന്റെ കുഴപ്പാ. കഴിഞ്ഞ മാസം എന്റെ കൂടെ പഠിച്ച ഈവാ മരിയയുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തത് എവിടെയായിരുന്നോ? എവിടാ? സിംഗപ്പൂരിൽ. ഓ, മാത്രമല്ല, വെഡിങ്ങിന് ശേഷം 2 ആളും ഒരുമിച്ച് പറക്കുകയും ചെയ്തു ജോലി സ്ഥലത്തേക്ക്, എബ്രോഡ്. പിറ്റേന്ന് തന്നെയോ? അതെ, പിറ്റേന്ന് തന്നെ. ആ ഈവന്റ് മറിയം അങ്ങനെയൊക്കെ ചെയ്തോട്ടെ, മോള് ചെയ്യണ്ട. ഈവന്റ് മറിയ അല്ല അമ്മേ, ഈവാ മരിയ. മരിയ. അല്ല മോളെ, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോ ചില മര്യാദകളൊക്കെ. എന്ത് മര്യാദ, എന്ത് നാട്? അച്ഛൻ പഠിച്ചു ജോലി വാങ്ങി, ഇപ്പൊ റിട്ടയർ ആയി പെൻഷൻ കിട്ടുന്നു, ജീവിക്കുന്നു. ഓക്കെ, ഞാനും പഠിച്ചു, സ്വന്തമായി ഏൺ ചെയ്യുന്നു. അതിന് നാട്ടുകാരെന്താ ബോധിപ്പിക്കേണ്ടത്? നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോ ചില കീഴ്വഴക്കങ്ങൾ അതൊക്കെ മറക്കാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമോ? അമ്മേ, മറക്കാനും മാറ്റാനും പറ്റുന്ന കീഴ്വഴക്കങ്ങളാണെങ്കിൽ അത് മറക്കണം, മാറ്റണം. ഉദാഹരണത്തിന്, ഞങ്ങളുടെ ജെൻസിക്ക് നിങ്ങളുടെ കാലത്ത് ആ അടുക്കള കാണൽ എന്ന ഒരു ചടങ്ങിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അതില്ല. കാരണം എന്താ? അന്നത്തെ സാമൂഹ്യ നില അല്ല ഇന്ന്. പിന്നെ അന്നില്ലാത്ത പ്രൈവസി, അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളുടെ കരുതി വയ്ക്കൽ സാധ്യത, അതെല്ലാം ടെക്നോളജിയുടെ വളർച്ച കൊണ്ടാകെ മാറിയില്ലേ? അത് ശരിയാ മോള് പറഞ്ഞത്. എന്നാലും ഇതിനൊക്കെ ഇത്രയും രൂപ ചെലവാക്കുക എന്ന് വെച്ചാ? അമ്മേ, അതിന് ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസ വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ ഏൺ ചെയ്യുന്നു, ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. ഞങ്ങളുടെ സംതൃപ്തി അതല്ലേ മുഖ്യം. പിന്നെ അധിക ചെലവുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നാളത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് എന്തെല്ലാം കാണിക്കുമോ എന്തോ. എന്റെ അമ്മേ, നാടോടുമ്പോ നാടുവേ ഓടണമെന്ന് കേട്ടിട്ടില്ലേ? ഉണ്ട്. പഴയ മാമൂലുകൾ വിടാതെ നമ്മൾ കെട്ടിപ്പിടിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല. നാളത്തെ തലമുറ അവരുടെ ലോജിക്കിൽ ഇതിലും മാറ്റങ്ങൾ വരുത്താം, അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതല്ലേ അതിന്റെ ഒരു ശരി. ശരി. പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, സൗമ്യ ജേവി. രചന N സുരേഷ്, തൃക്കുന്നപ്പുഴ.